എൻ്റെ നാത്തൂനെ, ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തവനോട് ഈ കാര്യം. അവനെ ഞാൻ നേരെ ചൊവ്വെ കാണാറ് പോലുമില്ല. പറയുമ്പോൾ ഞങ്ങളുടെ താമസം ഒരേ വീട്ടിലാണ്. ബന്ധമാണെങ്കിൽ അമ്മയും മകനുമാണ്. പക്ഷേ പറഞ്ഞിട്ടെന്താ കാര്യം? ഒക്കെ ഓരോ യോഗം. അങ്ങനെ കരുതി സമാധാനിക്കുകയാണ് ഞാനിപ്പോൾ. മൂ മൂക്കൊന്നുടുത്ത് സാരിത്തുമ്പിൽ തുടച്ച് അതേ സാരി കൊണ്ട് മുഖവും അമർത്തി തുടച്ച് ലളിത പറഞ്ഞു നിർത്തുമ്പോൾ കേൾവിക്കാരിയായിട്ടുള്ള ജാനകിയുടെ നോട്ടം ഹാളിനപ്പുറത്തെ ഇടനാഴിയോട് ചേർന്നുള്ള മുറിയുടെ നേർക്കാണ്. ലളിതയുടെ ഭർത്താവ് രാഘവന്റെ സഹോദരിയാണ് ജാനകി. അവരുടെ താമസം കുറച്ച് ദൂരെ ആയതുകൊണ്ട് മാസത്തിൽ 1-2 പ്രാവശ്യം ലളിതയെ കാണാനായി സഹോദരന്റെ വീട്ടിലേക്ക് ഇതുപോലെ വരാറുണ്ട് ജാനകി. കഴിഞ്ഞ കുറെ മാസങ്ങളായി വരുമ്പോഴെല്ലാം അവർക്ക് സംസാരിക്കുവാനുണ്ടാവുക ഒരേ ഒരു കാര്യമാണ്, ലളിതയുടെ മൂത്ത മകൻ അജിത്തിന്റെ ജീവിതത്തെക്കുറിച്ചാണ്. അത് നീ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിന്നിട്ടാണ് ലളിതേ അവൻ നിനക്കൊരു വില തരാത്തത്. അവൻ നിനക്ക് തരാത്ത വിലയൊന്നും അവന്റെ ഭാര്യ നിനക്ക് തരില്ലല്ലോ. അതും അവളെപ്പോലെ കേന്ദ്ര സർക്കാർ ജോലിക്കാരി. പുച്ഛത്തിലാണ് ലളിതയോട് ജാനകി പറയുന്നത്. അതിൽ അവർ മറച്ചു പിടിക്കുന്ന തന്റെ അസൂയ കൂടിയാണെന്ന് പക്ഷേ ലളിത അറിഞ്ഞില്ല. ഇന്ന് അവൾക്ക് ജോലിയൊന്നും പോണ്ടല്ലോ. ഇപ്പം മണി 7 കഴിഞ്ഞില്ലേ? നീ ചെന്നവരെ വിളിച്ചുണർത്തിക്കേ ലളിതേ. മതി അവളുടെ പള്ളി ഉറക്കം. അജിത്തിന്റെ മുറിയുടെ നേർക്കൊന്ന് പാളി നോക്കി ലളിതയിൽ വാശി കയറ്റി ജാനകി. അത് നാത്തൂനെ, ആ പെണ്ണിന്നലെ രാത്രി ഒത്തിരി വൈകിയാ വന്നത്. കിടക്കാനും ഒരു നേരമായിട്ടുണ്ട്. മാസാവസാനമല്ലേ, അതിന്റെ തിരക്കാ ബാങ്കില്. ഇന്നലെ രാത്രി തന്നെ അവള് പറഞ്ഞിരുന്നു രാവിലെ വൈകി എണ്ണീക്കൂ, വിളിക്കണ്ടാന്ന്. ഉറക്കമില്ലാത്തോണ്ട് തലവേദനയാണെന്ന്. അവര് കിടന്നോട്ടെ, വെറുതെ വിളിച്ച് അവന്റെ ദേഷ്യം കൂട്ടണ്ട. മടിച്ചാണെങ്കിലും കാര്യം തുറന്ന് ലളിത പറഞ്ഞതും അവരെ കനപ്പിച്ചൊന്ന് നോക്കി ജാനകി. പിന്നെ 10 മാസം വയറ്റിൽ ചുമന്നൊരു പേരക്കുട്ടിയെ നിനക്ക് പെറ്റുതരാൻ വയ്യാത്തവൾക്കല്ലേ ക്ഷീണം. നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ലളിതേ. നീയൊന്നും ഒരു കാലത്തും നന്നാവില്ല. മുഷിപ്പോടെ ലളിതയോട് പറഞ്ഞ് അജിത്തിന്റെ റൂമിന് നേർക്ക് ജാനകി നടന്നതും അവരിത് എന്തിനുള്ള പുറപ്പാടാണെന്ന ചിന്തയോടെ അവരെ നോക്കി നിന്നു ലളിത. അജിതേ, ഇന്ദു, എടാ എഴുന്നേറ്റ് വന്നേ രണ്ടാളും. അജിത്തിന്റെ മുറിവാതിൽക്കൽ തട്ടി ഉറക്കം വിളിക്കുന്ന ജാനകിയെ പരിഭ്രാന്തിയോട് നോക്കി ലളിത. ദേഷ്യം വന്നാലും ഉറക്കം മുറിഞ്ഞാലും വല്ലാത്ത ദേഷ്യമാണ് അജിത്തിന്. മാത്രവുമല്ല ഇപ്പോഴവനെ ഈ വിധം വിളിച്ചുണർത്തുന്ന ജാനകി കൂടിയാവുമ്പോൾ അവന്റെ ദേഷ്യത്തിന്റെ തോത് കൂടും. വായിൽ വരുന്നത് വിളിച്ചു പറഞ്ഞെന്നും ഇരിക്കും. ഓരോന്നോർത്തെ അഹിതമായി ഒന്നും ഉണ്ടാവരുതെന്നും അവർക്കിടയിൽ നിന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു പോയി ലളിത. തുടരെ തുടരെയുള്ള വാതിലിലെ ശക്തമായ തട്ടലും ഉറക്കെയുള്ള വിളിയൊച്ചയും ഉറക്കം മുറിഞ്ഞു അജിത്തിന്. കണ്ണൊന്ന് അടച്ചു തുറന്നവന്റെ നോട്ടമൊന്ന് തന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിളക്കുന്നവളിലേക്ക് നീണ്ടു. പുറത്തു നിന്നുള്ള ബഹളങ്ങൾ അവളുടെ ഉറക്കത്തെയും തടസ്സപ്പെടുത്തുന്നുണ്ടെന്ന് ചുളിഞ്ഞു നിവരുന്ന അവളുടെ നെറ്റിത്തടം കണ്ടവൻ ഉറപ്പിച്ചു. അപ്പച്ചിയുടെ ഈ ഭ്രാന്ത് ഞാൻ ഇന്ന് തീർത്തു തരും. ഞൊടിയിടയിൽ അവൻ കിടക്ക വിട്ട് എഴുന്നേറ്റതും കൂടെ എഴുന്നേറ്റ്. ഇന്ദു, നീ കിടന്നോ, 7 മണിയാവുന്നേയുള്ളൂ, ഞാനിപ്പോ വരാം. ഒപ്പം എഴുന്നേറ്റവളെ തിരികെ കിടക്കയിലേക്ക് തന്നെ കിടത്തി എഴുന്നേറ്റ് വാതിൽ വലിച്ചു തുറന്നു അജിത്ത്. എത്ര നേരമായടാ ഞാൻ വിളിക്കുന്നു. നീ നിന്റെ ഭാര്യയും എന്താ ചത്തുറങ്ങുമായിരുന്നു അകത്ത്? തനിക്ക് മുന്നിൽ നിൽക്കുന്നവന്റെ മുഖത്തെ ദേഷ്യം അറിഞ്ഞിട്ടും അതൊന്നും ഗൗനിക്കാതെ അവനോട് ചോദിച്ചകത്തെ മുറിയിലേക്കൊന്ന് കണ്ണെത്തിച്ചവർ. അത് കണ്ടതും പാതി വാതിൽ ചാരി അവരുടെ കാഴ്ചയ്ക്ക് മുന്നിൽ തടസ്സമായി നിന്നു അജിത്ത്. ഞങ്ങളുടെ കിടപ്പുമുറിക്കുള്ളിലേക്ക് എത്തിക്കൊത്തി നോക്കി കാഴ്ച കാണാനാണോ അപ്പച്ചി എന്നും രാവിലെ തന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചത്? ആണെങ്കിൽ അപ്പച്ചിക്ക് ഈ പ്രായത്തിൽ കാണാൻ പറ്റിയ കാഴ്ചകളൊന്നും ഞങ്ങളുടെ ബെഡ്റൂമിലില്ല. അപ്പച്ചി ചെല്ല്. അവരിൽ തന്നെ നോട്ടമുറപ്പിച്ച് ശബ്ദം കടുപ്പിച്ച് അജിത്ത് പറഞ്ഞതും അവന്റെ ചോദ്യത്തിലും മുഖഭാവത്തിലും നന്നായി തന്നെ വിളറി ജാനകി. ഓ പിന്നെ, നിന്റെയും നിന്റെ ഭാര്യയുടെയും കിടപ്പുമുറിയിലേക്ക് ഒളിച്ചുനോട്ടമാണല്ലോ എൻ്റെ പണി. ഇനി അഥവാ ഞാനൊന്ന് നോക്കിയാലും എനിക്ക് കാണാൻ പാടില്ലാത്ത കാഴ്ചകളൊന്നും അതിനകത്തുണ്ടാവില്ല. അതിനുള്ള ആണത്തമൊന്നും നിനക്കില്ലടാ ചെക്ക. ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ഭാര്യ ഇപ്പോൾ 1-2 പെറ്റേനെ. ഏതു നേരവും മുറിയടച്ച് കെട്ടിപ്പിരിഞ്ഞിട്ടൊന്നും കാര്യമില്ല. പെണ്ണിനെ പ്രസവിപ്പിക്കാൻ പെണ്ണിനും ഭാഗ്യവും കഴിവും വേണം. നിനക്ക് നിന്റെ ഭാര്യയ്ക്കും അങ്ങനെ ഒരു കഴിവും ഭാഗ്യവുമില്ല. നിന്റെയൊക്കെ അഹങ്കാരത്തിന് ഈശ്വരൻ തന്ന ശിക്ഷയാ ഇത്. നിന്റെ ചന്തവും ജോലിയും കണ്ട് ഞാൻ എൻ്റെ മോളെ നിനക്ക് തന്നിരുന്നെങ്കിൽ അവളും ഇപ്പോൾ നിന്റെ ഭാര്യ മച്ചിയായി നിൽക്കുന്നത് പോലെ ഇവിടെ ഇങ്ങനെ നിന്നേനെ. കഴിവ് കെട്ടവനെ, നന്നായി നീ എൻ്റെ മോളെ അന്ന് വേണ്ടെന്ന് പറഞ്ഞത്. നിന്റെ കല്യാണം കഴിഞ്ഞ എൻ്റെ മോൾക്ക് ഇപ്പോൾ 2ാമത് വിശേഷമുണ്ടടാ, അറിയോ നിനക്ക്? ഒരൊറ്റ ശ്വാസത്തിൽ മനസ്സിലുള്ളത് മുഴുവൻ പുറത്തേക്ക് ജാനകി കൊടഞ്ഞിട്ടപ്പോൾ ഞെട്ടി കണ്ണുമിഴിച്ച് നിന്ന് പോയത് ലളിതയാണ്. കഴിഞ്ഞ 3 വർഷമായി അജിത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് മുതൽ ഇന്ന് വരെ നാത്തൂൻ അറിയേണ്ടത് അജിത്തിന്റെ ഭാര്യയ്ക്ക് വിശേഷമുണ്ടോ എന്നാണ്. സഹോദരന്റെ മകനോടുള്ള അവരുടെ കരുതലായിട്ട് ഇന്ന് വരെ അതിനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴാണ് അവരുടെ മനസ്സിലെ വിഷം മനസ്സിലാവുന്നത്. തന്റെ സങ്കടങ്ങളിൽ സന്തോഷിക്കുന്ന മനസ്സാണ് അവരുടേത് എന്ന് തിരിച്ചറിയുന്നത്. അവരെ അകറ്റി നിർത്താൻ അജിത്ത് പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നത്.
അവരുടെ നിറകണ്ണുകളോടെയുള്ള ദയനീയമായ നോട്ടം മകനെ തേടി ചെന്നതും കണ്ടു. തന്നെ തന്നെ നോക്കി നിൽക്കുന്നവനെ. അമ്മയിൽ നിന്നും നോട്ടം പിൻവലിച്ച് തനിക്ക് മുന്നിൽ വിജയിച്ച പോലെ നിൽക്കുന്ന ജാനകി ഒന്ന് നോക്കി അജിത്ത്. കണ്ടവർക്കൊപ്പം ഊരു ചുറ്റി നടന്ന നിങ്ങളുടെ മകളെ എനിക്ക് ഭാര്യയായി വേണ്ടെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ദേഷ്യം നിങ്ങൾക്ക് എന്നോടുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ നിങ്ങളുടെ മകളുടെ രണ്ടാമത്തെ ഗർഭം അവളെപ്പോലെ ഒരുത്തിക്ക് ആകെ ചെയ്യാൻ അറിയാവുന്നത് അത് മാത്രമാണ്. പക്ഷെ എൻ്റെ ഭാര്യയ്ക്ക് അത് മാത്രമല്ല അറിയുക. അവൾക്കേറെ കഴിവുകളുണ്ട്. അതിൻ്റെ തിരക്കുകളിലും അത് നൽകുന്ന സന്തോഷങ്ങളിലുമാണ് ഞങ്ങളിപ്പോൾ. പിന്നെ ഞാനൊരാണാണെന്നും എനിക്കൊരു പെണ്ണിനെ പ്രസവിപ്പിക്കാനും കഴിയുമെന്നും ആരുടെ മുന്നിലും തെളിയിക്കേണ്ട കാര്യം എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ ഇല്ല. ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ അടയാളം ഞങ്ങൾക്കൊപ്പം ഉണ്ടാകും. അതിന് വർഷങ്ങളുടെ കണക്കും ബന്ധങ്ങളുടെ ആഴവും നോക്കി ആരും കാത്തിരിക്കണമെന്നില്ല ഇവിടെ. എൻ്റെ പെണ്ണിനെ ഞാൻ എൻ്റെ കൂടെ കൂട്ടിയത് എനിക്കൊരു തുണയായിട്ടാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് വേണമെന്നും എന്ത് വേണ്ട എന്നും ഞങ്ങളുടെ തീരുമാനമാണ്. മറ്റൊരാൾ വേണ്ട അതിനിടയ്ക്ക്, അതാരായാലും. ആദ്യം ജാനകിയോടും പിന്നെ സ്വന്തം അമ്മയോടുമായി കടുപ്പിച്ച് പറഞ്ഞ് അവരുടെ മുന്നിലേക്ക് വാതിൽ വലിച്ചടച്ച് അജിത്ത് കയറിപ്പോയതും വിളറി വെളുത്തു ജാനകി. ഒരു നോട്ടം അവരിൽ നിന്നും ലളിതയെ തേടി പോയതും കണ്ടു. താനെന്നൊരാളെ പറ്റി അവഗണിച്ച് അകത്തേക്ക് കയറി പോകുന്നവളെ. ലളിതേ, എടി, ദയനീയമായി ഒന്ന് വിളിച്ചു പോയവർ. നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ ഉമ്മറത്തെ വാതിൽ നടച്ചേക്കുന്ന നാത്തൂനെ. ഇനിയും നിങ്ങളെപ്പോലെ വലിഞ്ഞു കയറി ആരും ഇങ്ങോട്ട് കയറി വരാതിരിക്കാനാണ്. തിരിഞ്ഞു നോക്കാതെ ലളിത പറയുമ്പോൾ നാണം കെട്ട് താഴ്ന്ന ജാനകിയുടെ തല. ഇറങ്ങിപ്പോവാൻ പറയാതെ പറഞ്ഞിരിക്കുന്നു. ഒരുപാട് ശാപങ്ങൾ ആ വീടിനും വീട്ടുകാർക്കും നൽകി അവർ ആ വീടിൻ്റെ പടിയിറങ്ങിപ്പോകുമ്പോൾ തൻ്റെ നെഞ്ചിലെ ചൂടിലേക്ക് വീണ്ടും പതുങ്ങിക്കൂടി വന്നവളിലേക്ക് വീണലിഞ്ഞു തുടങ്ങിയിരുന്നു അജിത്ത്. അവരിരുവരും ആ നിമിഷം ഒരു കുഞ്ഞിനെ വല്ലാതെ ആഗ്രഹിച്ചു പോയതിനാലാവാം അവരുടെ പ്രണയ ജീവിതത്തിൻ്റെ ശേഷിപ്പുമായ ഒരു കുഞ്ഞു ജീവൻ അവർക്കിടയിലേക്ക് യാത്ര തുടങ്ങിയിരുന്നു അന്നേരം. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്